ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്രമാറ്റി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനനെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നന്ദുവും അതുപോലെ കനകയും പ്ലാൻ ചെയ്യുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ചേച്ചീനെ എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് കൊണ്ടുപോകണം എന്നിങ്ങനെ പറയുന്നുണ്ട് നന്ദു. അപ്പോൾ കനക പറയുവാണ്, അതെങ്ങനെ സംഭവിക്കാനാണെന്ന് ചോദിക്കും കേട്ടോ. അതിന് നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഒരുക്കാം എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നയന അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ കേട്ടോ. എന്താ രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിന് ഗൂഢാലോചന ഒന്നും ഇല്ല ചേച്ചി, ഇവിടെ അമ്മയ്ക്ക് ചെറിയൊരു നടുവേദന. അമ്മ നടുവേദന എന്നൊക്കെ പറയുമ്പോഴത്തേന് നല്ലതായിട്ട് ആക്ടിങ് കാണിക്കുന്നുണ്ട് കേട്ടോ. കൈയൊക്കെ എടുത്ത് പുറകിലൊക്കെ പിടിച്ചൊന്ന് ഞെളിയുന്നുണ്ട്. അതെ അതെ, എനിക്ക് ഭയങ്കര നടുവേദനയാണ്. അപ്പോൾ നവ്യ ചേച്ചി, എനിക്കാണെങ്കിൽ ഇപ്പോൾ ചിക്കൻ ബോക്സ് അങ്ങോട്ട് മാറിയതല്ലേ ഉള്ളൂ. അപ്പം നവ്യ ചേച്ചിയും കൂടെ വരുമല്ലേ, അപ്പം ചേച്ചിയും കൂടെ വീട്ടിലോട്ട് വന്നാലോ എന്നിങ്ങനെ ആലോചിക്കുവാന്ന് പറയുവേ. അപ്പോഴത്തേക്കിനും നമ്മുടെ നയന ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അത് തന്നെയല്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം നമ്മളെല്ലാവരും ഒന്നിച്ചിട്ടും ഇല്ലല്ലോ. അപ്പം നമ്മുടെ നയന പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. അതെ മോളെ, എൻ്റെ ഈ നടുവേദനയുടെ കാര്യം ആരോടും പറയല്ലേ കേട്ടോ, ആരോടും പറയല്ലോ കേട്ടോ, അത് മോശമല്ലേ എന്നിങ്ങനെ പറയുവേ. അപ്പോൾ ഇങ്ങനെ നയന ഒന്നുകൂടെ എടുത്ത് നോക്കുന്നുണ്ട്. ഇല്ല, ഞാൻ ആരോടും പറയത്തില്ല. പക്ഷേ ആദർശേട്ടനെടുത്ത് ഈ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദർശേട്ടൻ വിടുമായിരിക്കും. പക്ഷേ അമ്മായിയമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കിനും പറയുന്നുണ്ട്, അമ്മായിയമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വിടത്തില്ലേന്ന് ചോദിക്കേ. 2 ദിവസത്തേക്കിന് പോലും കൂടെ പോയി നിൽക്കുന്നത് എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ. അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദു പറയുന്നുണ്ട്, ചില നേരത്ത് എനിക്ക് അവരുടെ പെരുമാറ്റങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിനും നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ കനകയും അതിനോട് ചേർത്ത് പറയുന്നുണ്ട്, അതെ അതെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നയന ഇങ്ങനെ ആലോചിക്കുവാണേ. എന്നിട്ട് പിന്നെ നമ്മുടെ നന്ദു പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ സ്വയം അങ്ങ് സമാധാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കനക പറയുന്നുണ്ട്, അല്ല മോളെ, ഒന്നും അല്ലെങ്കിലും അമ്മായിയമ്മയ്ക്ക് കരൾ കൊടുത്തത് ഈ മോളല്ലേ, ആ ബോധമെങ്കിലും അവർക്ക് വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയുകയാണ്, അതിനെ പറ്റിയിട്ടൊന്നും എൻ്റെ അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ. ഈ വീട്ടിലെ അഭിയോഗിച്ചിട്ടുള്ള എല്ലാ ആണുങ്ങൾക്കും ഈ കാര്യം അറിയാവുന്നതാണ്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും എന്നറിയാത്തതുകൊണ്ടാണ് ആരും ഒന്നും പറയാതിരിക്കുന്നത് എന്നിങ്ങനെ പറയുക. അപ്പോൾ കനക ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, മോൾക്ക് ഇപ്പോൾ ആഹാരം എല്ലാം ഉണ്ടാക്കി തരുന്നുണ്ടല്ലേ അമ്മായിയമ്മ? അപ്പോൾ നയന പറയുന്നുണ്ട്, ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദുവും കനകയും കൂടെ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കനക കണ്ണൊക്കെ ഇറുക്കേട് അടച്ച് കാണിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും മോള് ഞങ്ങളോടൊപ്പം അവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്ക് എന്നിങ്ങനെ കനക നയനയോട് പറയുകയാണേ. അമ്മ അങ്ങനെ കുറച്ച് ദിവസമൊന്നും വന്ന് നിൽക്കാൻ പറ്റത്തില്ല, ഒരു 2-3 ദിവസമൊക്കെ വേണമെങ്കിൽ വന്ന് നിൽക്കാൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഏതൊക്കെയായാലും ആദർശേട്ടനോട് ഈ വിവരം ഒന്ന് പറയട്ടെ എന്നും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും കനക കൈയൊക്കെ ഇളക്കി വെച്ചിട്ട് പറയുന്നുണ്ട്, ഈ നടുവേദനയുടെ കാര്യമൊന്നും പറയണ്ട കേട്ടോ എന്നും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നയന അവിടെ നിന്ന് പോവേ. എന്നിട്ട് രണ്ടാളും സംസാരിക്കുന്നുണ്ട്. മോളെ വിടുവായിരിക്കുമോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും അങ്ങനെയാണെങ്കിൽ അമ്മയും മരുമകളിനെയും നമുക്കൊന്ന് ശ്വാസം മുട്ടിക്കണമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയും നയനേനെയാണ്. അപ്പോൾ നയന ഇങ്ങനെ റൂമിലേക്ക് കടന്നു വരിക കേട്ടോ. അപ്പോൾ ആദർശ് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദർശമായിട്ടാന്ന് വിളിക്കുന്നുണ്ട്. നീ വന്നോ എന്ന് ചോദിക്കുകയെ. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം നന്ദു ആണെങ്കിൽ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകും. അപ്പം അമ്മയ്ക്കാണെങ്കിൽ നടുവേദന, ഇടയ്ക്ക് ചെറിയൊരു തളർച്ച ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു 2-3 ദിവസം ഞാനും വീട്ടിൽ പോയി നിൽക്കട്ടെ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, പൊക്കോ, അതിനിപ്പോൾ എന്താണെന്ന് ചോദിക്കുക. ഇപ്പോൾ ഇനി അതല്ല പ്രശ്നം, അമ്മയുടെ കാര്യമാണ് പ്രശ്നം. അപ്പോൾ ആദർശ് പറയുക, പറഞ്ഞ പോലെ അങ്ങനെ ഒരു വിഷയമുണ്ടല്ലോ, ഏതൊക്കെയാലും നമുക്കൊന്ന് സംസാരിക്കാം. ഇനി നിനക്ക് പോകണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, മുത്തശ്ശനെ കൊണ്ട് പറയിപ്പിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയുന്നുണ്ട്, എനിക്ക് പോകണമെന്നങ്ങനെ നിർബന്ധമൊന്നുമില്ല, കുറേ നാളിന് ശേഷമല്ലേ കൂടുന്നത്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. ഇനിയിപ്പം നന്ദു പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടണമെങ്കിൽ കൂടാലോ. അതിനുള്ളിൽ എനിക്ക് വരണമെങ്കിൽ ഞാൻ വരാം. അപ്പോൾ അഭിയെ കൂട്ടണമെങ്കിൽ അഭിയേയും കൂട്ടാം, അങ്ങനെ നമുക്കൊന്ന് ആഘോഷിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയുന്നുണ്ട്, ആദർശേട്ടാ നമ്മുടെ അനിയെ കൂട്ടണ്ടോ കേട്ടോ, അത് അനാമയ്ക്ക് ഇഷ്ടമല്ലായിരിക്കും. അല്ലെ തന്നെ നന്ദുവായിട്ടുള്ള പ്രശ്നത്തിൽ ഇപ്പം നോക്ക് 7ാം മാസം ചടങ്ങിന് പോലും അവൾ വന്നിട്ടില്ലല്ലോ. അപ്പോൾ ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാലും ഈ പോക്ക് ശരിയല്ലല്ലോ, എന്താണെങ്കിലും ആ ചടങ്ങിന് അവരും അവരുടെ കുടുംബക്കാരും വരേണ്ടതല്ലായിരുന്നോ. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇതുപോലുള്ള ചടങ്ങിൽ നിന്ന് നന്ദുവിനെ മാറ്റി നിർത്തുന്നത് ശരിയല്ലല്ലോ ആദർശേട്ടാ, ശരിയല്ല. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, അനാമികയ്ക്കാണെങ്കിൽ അനിയോട് ഒട്ടും സ്നേഹമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, നമ്മൾ തമ്മിലും ഇങ്ങനെ സ്നേഹമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ, ആ സമയത്തും നീ എങ്ങും പോയില്ലല്ലോ. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ആദർശേട്ടാ. ഇതാ നോക്ക്, ഇന്ന് അനാമിക എത്തിയിട്ടില്ല, പക്ഷെ അനിയുടെ മുഖത്ത് ഒരു സങ്കടവും ഇല്ല.
പലരും അത് പ്രതികരിച്ചപ്പോഴും അവനൊന്നും മിണ്ടിയില്ല. അവനത് സന്തോഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ നയന പറയുന്നുണ്ട്. നന്ദു അനിയും തമ്മിൽ ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടോ എന്ന് എനിക്ക് സംശയം എന്നിങ്ങനെ പറയും. അപ്പം നയന പറയുന്നുണ്ട്, അതൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീട്ടിലോട്ട് പോകാമെന്ന് പറയുന്നത്. നന്ദുവിൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തിരുത്തിയല്ലേ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, ശരിയെന്ന് ഞാൻ മുത്തശ്ശനോട് പറയട്ടെ നിനക്ക് വീട്ടിൽ പോകണമെന്ന് എന്നിങ്ങനെ പറയാം, അനുവാദം മേടിക്കാമെന്ന് പറയുവേ. ഏതൊക്കെയായാലും ഞാനൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് പോവുക കേട്ടോ. അടുത്തായിട്ട് കാണിക്കുന്ന നമ്മുടെ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ കൂടി നമ്മുടെ ഗോവിന്ദനും ഒക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ നല്ലൊരു കലാകാരനാടോ, ആ ഗുണമാണ് തൻ്റെ മക്കൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. തനിക്ക് ആ സമയത്ത് ഒരു വളർച്ച ഉണ്ടാകാനായിട്ട് സാധിച്ചില്ല, എന്നാൽ മക്കളത് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നിൽ നിന്ന് കിട്ടിയ കഴിവ് ഇപ്പോൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഇപ്പോൾ നയനമോൾക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുകയാണേ, അതുകൊണ്ടല്ലേ നയന കളക്ഷൻസ് എന്ന പേരിൽ ഇപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയിൽ സ്വർണം വിൽക്കുന്നത്. എല്ലാം ദൈവത്തിൻ്റെ കടാക്ഷം, പിന്നെ മോളുടെ കഠിനാധ്വാനം കൂടി ഉണ്ട് ഇതിൽ. അങ്ങനെ കഠിനാധ്വാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം കടാക്ഷിക്കും ഗോവിന്ദ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. കലാവാസന ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ ദൈവം എപ്പോഴാണെങ്കിലും അവരെ കടാക്ഷിക്കും എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ആ വ്യക്തികൾ എപ്പോഴാണെങ്കിലും എത്ര ഉയരത്തിൽ വേണമെങ്കിലും എത്തുകയും ചെയ്യുമെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആദർശ് പറയുകയാണ്, അതേ മുത്തശ്ശ, നവ്യ വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ നയനയ്ക്കും വീട്ടിലോട്ട് പോകുന്നുണ്ടെന്നാണ് പറയുന്നതെന്ന് ഇങ്ങനെ പറയുവേ. നമ്മുടെ നന്ദു ക്യാമ്പിലേക്ക് പോവുകയാണല്ലോ, അതുകൊണ്ട് 3 ആൾക്കും ഒരുമിച്ച് കൂടണമെന്ന് അവർക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം എന്നിങ്ങനെ പറയുവേ. അപ്പം മുത്തശ്ശി പറയും, എന്നിട്ട് ഗോവിന്ദൻ അത് പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ടേ. അത് നയനയുടെ ആഗ്രഹമാണ്, അവളിപ്പോൾ എന്നോട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുവേ. അപ്പം മുത്തശ്ശൻ ചോദിക്കും, അതിപ്പോൾ എന്നോട് പറയേണ്ട ആവശ്യത എന്താണ്? നിൻ്റെ ഭാര്യയ്ക്ക് പോകണമെങ്കിൽ അതിന് നീ അനുവാദം കൊടുത്താൽ പോരെ എന്നിങ്ങനെ ചോദിക്കുവാണേ. 1-2 ദിവസം അവൾ വീട്ടിൽ പോയി നിൽക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ, പക്ഷേ അമ്മായിയമ്മയ്ക്ക് അവൾ അങ്ങോട്ട് പോകുന്നതിൽ ഇഷ്ടമല്ലല്ലോ എന്നിങ്ങനെ പറയുവേ മുത്തശ്ശി. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ അമ്മയോടൊന്ന് സംസാരിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യുക, ഞാൻ വിളിക്കുന്നുണ്ടെന്ന് നീ പോയി നിൻ്റെ അമ്മയോട് പറ. ശരി മുത്തശ്ശ എന്ന് പറഞ്ഞാൽ ആദർശ് പോവുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദുവും കനകയും നമ്മുടെ നയനയും കൂടെ അങ്ങോട്ട് വരികയാണ്. മോൾക്ക് അങ്ങോട്ട് പോകണമെന്ന് മോള് പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ കനക ചാടി കയറി പറയുന്നുണ്ട്, അല്ല മോള് പിന്നെ അങ്ങോട്ടേക്ക് പോവുകയല്ലേ, ക്യാമ്പിന് പോവുകയല്ലേ, അപ്പോൾ 3 പേർക്കും കൂടെ ഒത്തുകൂടണമെന്ന് ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറയുവേ. പിന്നെ അത് പറയാൻ എന്തിനാണ് മടിച്ചത് എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അപ്പം നയനെ ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്, നന്ദു ക്യാമ്പിലേക്ക് പോവുമല്ലേ മുത്തശ്ശ, അതുകൊണ്ടാണ് ഞാൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ മോളെ, നീ നിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിൽ ഇവിടെ ആർക്കും ഒരു പരാതിയില്ല, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതിൽ തെറ്റുമില്ല. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് സ്വന്തം വീട്ടിലതൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുക. അപ്പം നമ്മുടെ മുത്തശ്ശൻ പറയുകയാണ്, ഇപ്പം സ്വന്തം വീട്ടിലും അല്ല അവരവരുടെ വീട്ടിലും എല്ലാവർക്കും മാറി താമസിക്കുന്നതിലാണ് ഇഷ്ടം എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ പിന്നെ അവർക്ക് വാർദ്ധക്യത്തിന് ഗന്ധം അടിക്കത്തില്ലല്ലോ, അവർക്ക് വാർദ്ധക്യം വരുന്നിടം വരെ അല്ലേ ഗോവിന്ദ എന്നിങ്ങനെ ചോദിക്കുവാണേ. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ പറയാം, ശരിയാ, കാലമൊക്കെ മാറി എന്നിങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ മുത്തച്ഛൻ പറയാണ്, കാലവും മാറി കോലവും മാറി, ഇനി മാറാത്ത നമ്മളൊക്കെയാണല്ലേ എന്ന് ചോദിക്കും കേട്ടോ. ലഹരി മരുന്നൊക്കെ നിയന്ത്രിക്കുന്ന അത്യാവശ്യം തന്നെയാണ്, അതുകൊണ്ടൊക്കെ വയലൻസും കൂടുതലായിട്ടുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വീടുകളും ശുദ്ധീകരിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. നമ്മുടെയൊക്കെ കാലത്ത് നമുക്ക് എന്തെങ്കിലും സാധിക്കണമെങ്കിൽ നമ്മുടെ അമ്മമാരോട് പറഞ്ഞിട്ടാണ് അച്ഛന്മാരെ കൊണ്ട് സാധിപ്പിച്ചിരുന്നത്. പക്ഷേ ഇപ്പം അച്ഛനെ അളിയാന്നാണ് മക്കൾ വിളിക്കുന്നത്, ഫ്രണ്ട്ഷിപ്പാന്നാണ് പറയുന്നത്. അതുകൊണ്ട് സ്വന്തം മക്കൾക്കോ സമൂഹത്തിനോ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോഴത്തേക്കും നമ്മുടെ കനക പറയുന്നുണ്ട്, അപ്പോഴും ഇതുപോലെയുള്ള വീടുകളൊക്കെ ഉണ്ടാവുമല്ലോ മൂർത്തി സാറേ. ഉണ്ട്, എന്നാൽ പൊടിക്ക് ഞങ്ങളും ഇപ്പോൾ ഒതുങ്ങി നിൽക്കുക. കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ രാജവാഴ്ചയൊക്കെ കഴിഞ്ഞു പോയി എന്ന് മക്കളോ കൊച്ചുമക്കളോ ആരെങ്കിലുമൊക്കെ പറഞ്ഞാലോ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ദേവയാനിയും അതുപോലെ ഹസ്ബൻഡിൽ നിന്ന് സംസാരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജയൻ ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും നവ്യ ഇന്ന് വീട്ടിലോട്ട് പോകുമല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് സ്വർണ്ണമൊക്കെ കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, അവൾക്കും മരുമോക്കും അവരുടെ ചേച്ചിക്കൊന്നും കൊടുക്കാൻ എൻ്റെ സ്വർണ്ണം ഇല്ലെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ അനാമിക മോക്ക് വാരിക്കോരി കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ നമ്മുടെ മരുമോളുടെ ചേച്ചിക്ക് സ്വർണ്ണം കൊടുത്തുകൂടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ആദർശ് പറയുന്നുണ്ട്, അമ്മേനെ മുത്തശ്ശൻ വിളിക്കുന്നുണ്ടെന്ന് പറയുവാണേ. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, അതെന്തിനാടാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജയൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അമ്മായിയമ്മയും മരുമകളെ പറ്റിയിട്ട് സംസാരിക്കാനാണോ? അപ്പോൾ അതെന്തിനാന്ന് ചോദിക്കുവേ. അല്ല, ഇന്ന് ഫംഗ്ഷൻ നടന്നപ്പോഴും മരുമകളെ ഇഷ്ടമില്ലാത്ത രീതിയിലല്ലേ സംസാരിച്ചത്, അത് അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സങ്കടമായിട്ടുണ്ടാവില്ലേ? അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അമ്മ കുറച്ച് മയത്തിൽ അവരോടൊന്ന് പെരുമാറിക്കൂടെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി പറയുവാണ്, ഞാനിപ്പോൾ പഴയ പോലെ അല്ലല്ലോ, ഇത്രയും മയത്തിലല്ലേ അവരോടൊക്കെ സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ജയൻ പറയുന്നുണ്ട്, ഇടയ്ക്ക് നയനമോൾ പിണങ്ങി പോയത് ഓർമ്മയുണ്ടല്ലോ, ഇനിയും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ വീട്ടിൽ നിന്ന് വരും.
അപ്പോൾ ഇങ്ങനെ ദേവയാനി എടുത്തടിച്ച പോലെ പറയുന്നുണ്ട്, വീട്ടിലെങ്കിൽ അവളുടെ മോള് അവരുടെ വീട്ടിൽ നിൽക്കും, അങ്ങനെ വീട്ടില്ലെങ്കിൽ നമ്മുടെ മോൻ അവളെ കാണാതിരിക്കാൻ പറ്റത്തില്ല, അവൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും, ചിലപ്പോൾ അങ്ങനെ അവിടെ കുറേ ദിവസം താമസിച്ചൊന്നും ഇരിക്കും, അത് പിന്നെ ഈ വീട്ടിലൊരു വിഷയത്തിന് കാരണമാകരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ അച്ഛൻ എന്തിനാണ് വിളിച്ചെന്ന് പോയി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ജയൻ ചോദിക്കുന്നുണ്ട്, മോനെ എന്തിനാണ് മുത്തശ്ശൻ ദേവയാനിനെ വിളിച്ചതെന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, നയനയ്ക്ക് അവളുടെ വീട്ടിലോട്ട് പോകണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു, എന്നോട് ചോദിച്ചു, അപ്പം ഞാനാ പറഞ്ഞ മുത്തശ്ശൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മ വിടുമായിരിക്കും എന്ന് പറഞ്ഞെന്ന് പറയേ. അപ്പം ശരിയാന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും ആദർശ് അവിടെ നിന്ന് പെട്ടെന്ന് പോകാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നന്ദുവിനെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, SA ആയി കഴിഞ്ഞാൽ സിവിൽ സർവീസിലൊക്കെ കൂടുതലായിട്ട് എഴുതാൻ ശ്രമിക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ കനക പറയുകയാണ്, മൂർത്തി സാറേ, ഇവള് SA ആവുന്നതുകൊണ്ട് എനിക്കൊരു താല്പര്യമില്ല, മുഖം നോക്കാതെയാണ് ഇവളുടെ പ്രതികരണം, ആരെന്ത് തെറ്റ് ചെയ്താലും. അത് എല്ലാ അമ്മമാരുടെയും ആശങ്കയാണ്, പക്ഷേ ഇതുപോലെയുള്ള മക്കളുടെ അമ്മയാവാൻ സാധിച്ചതിൽ നീ ഭാഗ്യവതിയെ കനക എന്ന് മുത്തശ്ശൻ പറയുവാണേ. മോളോട് എപ്പോഴെങ്കിലും ആദർശ് പറഞ്ഞിട്ടുണ്ടോ അവന് കുട്ടിക്കാലത്ത് എന്തായിരുന്നു ഇഷ്ടമെന്ന്? അവന് പോലീസുകാരനാവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ കരാട്ടെ അഭ്യാസമൊക്കെ ആയിട്ട് നടന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എനിക്കതിൽ വിരോധമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ വളർന്നു വന്നപ്പോഴത്തേക്കിനും എൻ്റെ കമ്പനി നോക്കി നടത്താനായിട്ട് ജയനെ കഴിഞ്ഞും കൂടുതലായിട്ട് പവറുള്ളത് ആദർശനാണെന്ന് തോന്നി, അങ്ങനെയാണ് MBAക്ക് പറഞ്ഞു വിട്ടത്. ദേവയാനി, നയനമോൾ പറയുന്നതിലും കാര്യമുണ്ട്. ഇപ്പം നമ്മുടെ നന്ദു ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ 6-7 മാസം കഴിഞ്ഞിട്ടല്ലേ വരത്തുള്ളൂ, പിന്നെ എല്ലാവർക്കും കൂടെ ഒത്തുചേരാൻ സാധിക്കത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ നയനമോൾക്ക് അവിടെ പോയി 2 ദിവസം നിൽക്കണമെന്നൊരാഗ്രഹം ഉണ്ടെന്ന് ഇങ്ങനെ പറയുവേ. അതുകൊണ്ട് എന്നിങ്ങനെ ദേവയാനി ചോദിക്കും കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അവളവിടെ പോയി നിൽക്കുന്നതിൽ ആദർശിന് കുഴപ്പമില്ലെങ്കിൽ എനിക്കും കുഴപ്പമില്ല എന്ന് പറയുവാണേ. അപ്പം നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോനെ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുക. അന്നേരം പറയുക, 1-2 ദിവസത്തേക്കിനല്ലേ എനിക്കും കുഴപ്പമില്ലെന്ന് പറയുവേ. അപ്പോഴത്തേക്കിനും ദേവയാനി പറയുവാണ്, ഇപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോഴത്തേക്കിനും ഭാര്യ ഇരുന്ന് പറഞ്ഞ് ഒറ്റപ്പെട്ട് നടക്കല്ലെന്നേ. ഒറ്റപ്പെട്ട് നടക്കുന്ന എന്തിനാ, ഈ വീട്ടിൽ ഒരുപാട് അംഗങ്ങളുണ്ടല്ലോ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി നയനയൊക്കെ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ പറയുകയാണ്, അതെ, ഇവർക്ക് മാന്യത ഉള്ളത് കൊണ്ടാണ് ഇവർ നമ്മളോട് അനുവാദം ചോദിക്കുന്നത്, അല്ലെങ്കിൽ ആദർശ് പൊയ്ക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരോടും അനുവാദം ചോദിക്കേണ്ട ആവശ്യകതയില്ല. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ നിൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ തടഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. ദേവയാനി അപ്പോൾ പറയുകയാണ്, ഞാൻ തടഞ്ഞൊന്നുമില്ലല്ലോ, ഇവള് പൊക്കോട്ടെ എന്ന് പറയേ. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, അമ്മ പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചെന്നാലേ ഞാൻ പോകുള്ളൂ എന്നിങ്ങ് പറയുവാണ്. എൻ്റെ മനസ്സൊന്നും നോക്കണ്ട, നിനക്ക് പോവുകയാണെങ്കിൽ പോകാം എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. നീ പൊക്കോ, ഇവിടെ ആരും തടയുന്നില്ല എന്നൊക്കെ ദേവയാനി ഇങ്ങനെ പറയുക. അപ്പോഴത്തേക്കും നമ്മുടെ കനകയും നമ്മുടെ വേണുവൊക്കെ ഇവരുടെ രണ്ടാളുടെയും മുഖത്തോട്ടേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ഭാവവ്യത്യാസങ്ങളൊക്കെ മാറുന്നുണ്ട്. ഇദ്ദേഹം ശ്രദ്ധിച്ചോ, ഇവിടെ നിന്ന് നയനമോള് പോകുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത് നമ്മുടെ ദേവയാനിക്കല്ലെന്ന് ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുവാണ്, പ്രയാസമാണോ അതോ ദേഷ്യമാണോ? അപ്പം നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, രണ്ടാമത് പറഞ്ഞതായിരിക്കും ശരിയെന്ന് പറയുക. അപ്പോൾ ദേവയാനി പറയുവാണ്, എന്താണെങ്കിലും അവളുടെ ആഗ്രഹം സാധിച്ചല്ലോ, ഇനി കൂടുതൽ ആരും ഒന്നും പറയണ്ട. ആദർശമോൻ്റെ ചെറുപ്പകാലത്താണെങ്കിലും ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ളവളാണ്. ഇനി 2 കുട്ടികൾ വേണമെന്ന് ജയൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അവന് വേണ്ടിയിട്ട് ഒരാൾ മതി എന്ന് തീരുമാനം എടുത്തവളാണ്. സ്നേഹിച്ച ചങ്ക് പറിച്ച് കൊടുക്കുന്നവളാണ്. വെറുത്താലത്തെ പിന്നെ കാര്യം പറയണ്ടല്ലോ. നല്ല മുത്തശ്ശ, ഇപ്പം അമ്മായിയമ്മ മരുമകൾക്ക് ചങ്ക് പറിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കനക മനസ്സിൽ പറയുന്നുണ്ട്. അതിവിടെ ആരും അറിയുന്നില്ല എന്ന് മാത്രം, ആദർശമോൻ പോലും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ് കേട്ടോ. നയന ഇങ്ങനെ ബാഗൊക്കെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ദേവയാനി ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. മോളുടെ അച്ഛനും അമ്മയും പറയുന്നത് എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറയുകയാണ്, മോൾക്കറിയാലോ എനിക്ക് അങ്ങോട്ടേക്ക് മോളെ വന്ന് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മുടെ നയന പറയുന്നുണ്ട്, എനിക്കറിയാം അമ്മേ, പിന്നെ നന്ദു ക്യാമ്പിലേക്കൊക്കെ പോകുമല്ലേ, അതുകൊണ്ടാണ് ഞാനും എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് തന്നെയല്ല, അമ്മയ്ക്കാണെങ്കിൽ ചെറിയ ദേഹാസ്വസ്ഥ ഉണ്ട്, അതുപോലെ നന്ദുവിനാണെങ്കിൽ ചിക്കൻ ബോക്സിന് ഇപ്പോൾ അങ്ങ് കഴിഞ്ഞതല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവിടെ 1-2 ദിവസം നിന്ന് അച്ഛനും അമ്മയ്ക്കും നേരിയ ആശ്വാസം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അവിടെ ഒരുപാട് ദിവസം നിൽക്കരുത്. അങ്ങനെ നയനെ ഓരോരോ സാധനങ്ങളെടുത്ത് ബാഗിൻ്റെ അകത്ത് ആക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. മോളിവിടെ വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇപ്പോൾ വിഷുവൊക്കെ വരുമല്ലേ, വിഷുവിന് കൈനീട്ടമൊക്കെ തരണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് വരുന്നുണ്ടെന്ന് കാണുന്നത് ദേവയാനി ഭാവം അങ്ങ് മാറ്റുവാണ്. പെട്ടെന്ന് നിങ്ങൾ വന്നേക്കണം, ഒരുത്തൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നിനക്കറിയാലോ. അവൻ പിന്നെ രാത്രിയിൽ ഉറങ്ങാതിരുന്നാലേ എനിക്ക് നല്ല ദേഷ്യം വരും. അമ്മേ, ഞാൻ ഉറങ്ങാതൊന്നും ഇരിക്കുന്നില്ല, 1-2 ദിവസമല്ലേ അവൾ വീട്ടിൽ പോയി നിൽക്കുന്നുള്ളൂ.
ഇവള് പോയാലേ ഈ വീട് ഉറങ്ങിയതുപോലെയാണെന്നാണ് നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരെയും ഇതുപോലെ സ്വാധീനിച്ച് വെച്ചിരിക്കുകയല്ലേ ഇവള്. ഇപ്പം നമ്മുടെ ജ്വല്ലറിയിൽ ഇവളില്ലാതെ പറ്റില്ലല്ലോ. അമ്മേ, ഇവള് സന്തോഷത്തോടെ പോയിട്ട് വരട്ടെ, വെറുതെ വഴക്ക് പറയാൻ നിൽക്കണ്ട. അയ്യോ, ഞാൻ വഴക്കൊന്നും പറയുന്നില്ല. പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വരണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഇവിടുന്ന് ആരെങ്കിലും വന്ന് വിളിക്കണമെന്ന് വാശി പിടിക്കരുതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ പറയില്ലല്ലോ അമ്മ എന്നിങ്ങനെ നയന പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുവാണേ, നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയും, അവിടെ ചെന്ന് കഴിയുമ്പോൾ നീ ഡിമാൻഡ് കൂട്ടത്തില്ലേ? എന്ത് ചെയ്യാനാ, ഇവിടെ ഓരോരുത്തരുണ്ടല്ലോ തലേ കയറ്റി വെക്കാൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങോട്ടേക്ക് പോവുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശിന് ചെറുതായിട്ടൊരു ഡൗട്ടൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. എടി, ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിന് അമ്മ എന്താണ് പറഞ്ഞോണ്ട് എന്ന് പറയേ. ഇതൊക്കെ തന്നെയാണ് പറഞ്ഞോണ്ട് വന്നത്, പെട്ടെന്ന് പോയിട്ട് വരണമെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, ഇനി നീ ഒരു 3-4 ദിവസം നിൽക്കണമെങ്കിൽ നിന്നോ, കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറയുവേ. വിഷുവിന് എങ്ങനെയാണെന്ന് ചോദിക്കേ. വിഷുവിന് എങ്ങനെയാണ്, എനിക്കിങ്ങോട്ട് വരണമെന്നാണ് ആഗ്രഹം എന്ന് ഇങ്ങനെ നയന പറയുവേ. അപ്പോഴത്തേക്കിനും നമ്മൾ രണ്ടുപേരും വഴക്കൊക്കെ ഇട്ട് പിരിഞ്ഞതിന് ശേഷം നന്നായിട്ട് വരുന്നതിന് ശേഷമുള്ള ആദ്യത്തെ വിഷുവാണിത്. 2 വീട്ടുകാർക്കും ഡ്രസ്സൊക്കെ മേടിച്ച് കൊടുക്കണം. ഞാൻ അങ്ങോട്ടേക്ക് പോയെന്നാൽ ഒരു ദിവസമെങ്കിലും ആദർശേട്ടൻ അവിടെ വന്ന് നിൽക്കുമോ എന്നിങ്ങനെ നയന ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നോക്കാമെന്ന്. എനിക്ക് നിൽക്കണമെന്നുണ്ട്, പക്ഷേ രാത്രി ആകുമ്പോഴത്തേക്കിനെ അമ്മ വിളിയോട് വിളിയായിരിക്കും, അതായിരിക്കും പ്രശ്നം. എന്നാലേ മാക്സിമം നോക്ക്. നീ ഇവിടുന്ന് മാറി നിൽക്കുന്ന ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. നീ ഇവിടുന്ന് പോയാലും ഓഫീസിലേക്ക് വരുമല്ലോ അല്ലേ? അപ്പം നമ്മുടെ നയനം ചോദിക്കേ, വരണോന്ന് ചോദിക്കേ. നിന്റെ അച്ഛനും അമ്മയും ആഗ്രഹിച്ച് വിളിച്ചതല്ലേ, അതുകൊണ്ട് നീ വരണ്ട എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അത് തന്നെയല്ലേ, 3-4 ദിവസം നീ ലീവ് എടുത്തോ എന്നിങ്ങനെ പറഞ്ഞിട്ട് രണ്ടാളും കെട്ടുപിടിക്കുവാണേ. ഇതുപോലെ ഒരു 7-ാം മാസം നമ്മുടെ ജീവിതത്തിലും വേണ്ടേ? വേണമെന്നാണ് എല്ലാവരും പറയുന്നത്. എന്താണെങ്കിലേ ഞാൻ പോയിട്ട് വന്നിട്ട് നമുക്കൊരു ഡോക്ടറെ കാണാം. അപ്പം നമ്മുടെ ആദർശം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കെട്ടുപിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക്